വെള്ളിലെയും മഞ്ഞിലെയും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഏകദേശം 10 ദിവസമാവാനായി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവർ വന്നത്. ഇപ്പോൾ അവർ വീടൊക്കെ ആയിട്ട് സെറ്റായി, ഞങ്ങളുടെ ഉള്ള പേടിയൊക്കെ മാറി. ഇത് പൂച്ചേനെയും പുലിനെയും എലിനെയൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല്ലികളെയാണ് ആദ്യം പിടിച്ചത്. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഈച്ചനെ പിടിക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ ജനൽ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ജനലിനുള്ളിൽ വീടിനുള്ളിൽ ഒരു ഒരു തേനീച്ച പോലത്തെ ഒരു ജന്തു കുടുങ്ങി. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ആദ്യം മഞ്ഞിലയാണ് കയറിയത്. മഞ്ഞിലയാണ് പെണ്ണ്, ഫീമെയിൽ ക്യാറ്റ്. മഞ്ഞില വെള്ളിലയും ബ്രദർ ആൻഡ് സിസ്റ്ററാണ്. വെള്ളില ആണാണ്, മഞ്ഞില പെണ്ണാണ് പൂച്ച. രണ്ടുപേരും ഒരേ അമ്മയുടെ ആലപ്പുഴയിലെ ആർച്ച എന്ന് പറയുന്ന രാജേച്ചിയുടെ വീട്ടിലെ പൂച്ചയുടെ മക്കളാണ്. 48ാമത്തെ കുട്ടികളാണ് കേട്ടോ ഇവർ. അതായത് അത്രയും കുറേ കുട്ടികളെ പ്രസവിച്ച ഒരു മിടുക്കിയായിട്ടുള്ള പൂച്ചയാണ് ആർച്ച. നാടൻ പൂച്ചയാണ്. അപ്പോൾ അവർ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരിപ്പോൾ നല്ല നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായി നല്ല മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഈച്ചപിടുത്തം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ലൈറ്റായിരുന്നു. വീട്ടിലൊരു പൂച്ചേനൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവരിങ്ങനെ നമുക്ക് അവരോട് സംസാരിക്കാം. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു ജന്തു നമുക്ക് വർത്താനം പറയാനും. പിന്നെ പൂച്ച നന്നായി പെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി മുകളിൽ കയറിയിട്ട് ഈച്ചനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഈ ഈച്ച താഴെ വീണ്, പക്ഷെ അവരത് കാണുന്നില്ല. താഴെ ഇറങ്ങി കഴിഞ്ഞ് ഇവർ മേലെ എന്തത് പറക്കാത്തതെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈച്ച ചത്ത പോലെ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈച്ചനെ കാണാതെ താഴെ ഇറങ്ങി. താഴെ ഈ പൂച്ച ഇവരുടെ മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്, പക്ഷേ ഇവർ കാണുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അതിനെ കാണിച്ചൊക്കെ കൊടുത്തു. അപ്പോഴാണ് അവരതിനെ പിടിച്ചത്. അങ്ങനെ പൂച്ച വിശേഷം നല്ല രസമാണ് കേട്ടോ. വീട്ടിനുള്ളിലൊരു അനിമലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കിളീനെയൊന്നും വളർത്തുകയാണെങ്കിൽ നമുക്കിങ്ങനെ പെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെറ്റ് ചെയ്യാൻ പറ്റുന്ന അനിമൽസാണ് പൂച്ച, പട്ടിയൊക്കെ. പിന്നെ പട്ടി വീടിനുള്ളിൽ കയറാത്തത് കൊണ്ട് വേറൊരു ഫീലിംഗ് ആണ്. വീട്ടിലുള്ളിൽ നമ്മുടെ കൂടെ തന്നെ ബെഡിലൊക്കെ കിടത്തി ഉറക്കാൻ പറ്റുന്ന പൂച്ച കുറച്ചും കൂടി അടിപൊളിയാണ്.